പ്പെട്ട ജനങ്ങളെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ അധികാരവർഗത്തോടാണ്. കാരണം നമ്മളൊക്കെ ഇട്ട മാസ്ക് കണ്ടങ്ങൾ എല്ലാവരും മുഖത്തുണ്ടായി മാസ്ക്. ഈ മാസ്ക് നമ്മൾ എന്നാണ് കണ്ടത്? കഴിഞ്ഞ 2 വർഷം മുമ്പ് കോവിഡ് എന്ന മഹാമാരി ഈ ലോകത്തെ കീഴടക്കിയപ്പോ ഈ ജനങ്ങൾ മുഴുവനും മാസ്ക് ഇടാതെ പുറത്തിറങ്ങിയിട്ടില്ല. എന്നാൽ വീട്ടിൽ അടച്ചുകൂടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അതിനെ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിലും ഭീകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിന്റെ മുമ്പിൽ ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ടുള്ളത്. ഈ 5 വർഷമായിട്ട് ഈ ജനത ഇത്രയും ഗതികേട് അനുഭവിച്ച് ഇന്ന് ഈ ഫ്രഷ് കട്ടിന്റെ അടുത്ത് ഇത്രയും ദുർഗന്ധം പേര് ഞങ്ങൾ നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ ഗതികെട്ട അവസ്ഥ എന്തായിരിക്കും? ഈ നിൽക്കുന്നതൊക്കെ ഒരു ഏകദേശം 70 വയസ്സ് 80 വയസ്സ്, ഈ മക്കൈക്കൊക്കെ എത്ര വയസ്സുണ്ട്? 68-70 വയസ്സുള്ള രോഗിയാണ് ഇയാള്. അതുപോലത്തെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, ശ്വാസമുട്ടിന്റെ രോഗികൾ. അവരൊക്കെ ഈ ഫ്രഷ് കട്ടിന്റെ ഈ വേസ്റ്റിന്റെ മണവും സഹിച്ച് കഴിഞ്ഞ് ഇവിടെ നിൽക്കണമെങ്കിൽ ഞങ്ങളെ നാടിന്റെ ശുദ്ധവായും ശുദ്ധജലവും തിരിച്ചു കിട്ടാനുള്ള ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാർക്കൊരു താക്കീത് എന്ന നിലയിൽ ഞങ്ങൾ ഈ ഫ്രഷ് കട്ടിന്റെ കമ്പനിയുടെ മുമ്പിൽ ഇതുപോലൊരു സമരപ്പന്തൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നാളെ ഈ കമ്പനി ഇവിടുന്ന് അടിച്ചു പൂട്ടിച്ചിട്ട് ഇവന്മാരെ തുരത്തി ഓടിച്ചിട്ട് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുമെന്ന്